ഫോർ ബ്ലോഗ് കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു അൺബോക്സിംഗ് എന്ന് പറയുന്നത് അത്ര ഡിഫറൻ്റ് ഒന്നല്ല, നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ടി വി ആണ്. ഓക്കെ, അപ്പം ഒരു പുതിയ ടി വി വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ ഒരു മൊബൈൽ ബ്രാൻഡായിട്ടുള്ള ഷയോമിയുടെ ഒരു ബ്രാൻഡിലുള്ള ഒരു ടി വി ആണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്കും അതേപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് പോവാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ അൺബോക്സിങ് പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഷവോമി യുടെ ടി വി 40 ഇഞ്ചാണ്. ടി വി A4 എഡിഷനാണ്, ഹൊറിസോണ്ടൽ എഡിഷനാണ് വരുന്നത്. അതേപോലെ തന്നെ പറഞ്ഞ പോലെ പാച്ച് വാൾ സ്മാർട്ട് ടി വി സിസ്റ്റമാണ്. പിന്നെ ഗൂഗിൾ അസിസ്റ്റന്റ്, ക്രോംകാസ്റ്റ് ബിൽറ്റ്-ഇൻ, വിവിഡ് പിക്ചർ എഞ്ചിൻ, ഇത്രയൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇത് കാണിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ സ്മാർട്ട് ടി വി ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ, യൂട്യൂബ് ഇത്രയും കാര്യങ്ങൾ അതിൽ ഉള്ളതാണ്. പിന്നെ 3 സ്റ്റാർ ആണ് അതിൻ്റെ വരുന്നത്. പക്ഷെ നമ്മൾ ടി വി ആയതുകൊണ്ട് നമ്മൾ സ്റ്റാറിൻ്റെ ലെവലിലേക്ക് എന്ത് ചെയ്തില്ല, കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. കൂടുതലായിട്ട് നമ്മൾ സ്മാർട്ട് ടി വി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആയിരിക്കണം എന്നുള്ള കൂടുതലായിട്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ കടകളിൽ ഇറങ്ങി. ഇത് നമ്മൾ യുടെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്, പെരിന്തൽമണ്ണ യുടെ ഷോറൂമിൽ നിന്ന്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നമുക്ക് പറയാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. യുടെ ടി വി നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്കിത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കൺസപ്ഷൻ്റെ പവർ സേവിങ് ഗൈഡ് ഉണ്ടായിരിക്കും. അതിനൊരു സ്റ്റിക്കർ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ മൊബൈലൊക്കെ ഉള്ള പോലെ തന്നെ സ്ക്രീൻ ഗാർഡ് ഇവിടെ കാണുന്നുണ്ട്, അതിൻ്റെ സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് നമ്മളുടെ ബോക്സിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കിട്ടിയതായിരുന്നു ഈ ഒരു ഭാഗം. ഇതിലുള്ളത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കിട്ടുന്ന ടേബിൾ സ്റ്റാൻഡുകൾ 2 ഉണ്ടായിരിക്കും. 2 ടേബിൾ സ്റ്റാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ ആ ടേബിൾ സ്റ്റാൻഡ് വെക്കാനുള്ള കുറച്ച് സ്ക്രൂസ് ഉണ്ട്. അതേപോലെ തന്നെ കോഡ് വയറുകളുണ്ട്. പിന്നെ റിമോട്ട്, പിന്നെ അതിലുള്ളത് വാറണ്ടി കാർഡും അതേപോലെ എന്താണ് യൂസർ ഗൈഡ്. ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സൗണ്ട് ക്വാളിറ്റിയും നമ്മളുടെ പിക്ചർ ക്വാളിറ്റിയൊക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ടി വിയുടെ ബാക്ക് സൈഡ് നോക്കാം. അധികം ആൾക്കാർ ബാക്ക് സൈഡ് എന്ത് ചെയ്യാറില്ല, കാണിക്കാറില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. പറയുന്ന പോലെ നമുക്ക് അതിൻ്റെ കോഡ് വെയറൊക്കെ എവിടെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലായിട്ട് സൈഡിലായിട്ടാണ് നമ്മളുടെ USB പോർട്ട് 2 ഉണ്ട്. അതേപോലെ HDMIയുടെ കേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് 3 പോർട്ടും കാണുന്നുണ്ട്. ഓക്കെ, എനിക്ക് അതൊരു നെഗറ്റീവ് എന്ന് പറയില്ല, പക്ഷെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു കണക്ഷൻ ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്കിതിൽ കണ്ടിട്ടുള്ളൂ. അതേപോലെ തന്നെ പവർ സപ്ലൈ വരുന്ന ഇതിലാണ്. പിന്നെ അതേപോലെ തന്നെ നെറ്റ്വർക്ക് ചെയ്യാനുള്ളത് മുകളിലുണ്ട്. ഇവിടുന്ന് മുകളിലായിട്ടാണ് പോർട്ട് വരുന്നത്. ഇയർഫോൺ കൊടുക്കാനുള്ളതുണ്ട്, PDIF ഉണ്ട്, AV ഇൻ ഉണ്ട്, അതേപോലെ തന്നെ ആൻറ്റിന. ഇത്രയും കാര്യങ്ങൾ കൊടുക്കാനുള്ള പോർട്ട് അതിൻ്റെ മേലെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന യുടെ ഈ പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിൻ്റെ റിമോട്ടാണ് ഈ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നല്ല ഡിസൈനായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. വളരെ സ്വിച്ചുകളൊക്കെ കമ്മിയാണ്. എല്ലാ തരത്തിലുള്ളതും നമ്മൾ ഈ പറയുന്ന സ്ക്രീനിൽ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടത്. ഈ നാവിഗേഷൻ ബട്ടൺ ഉപയോഗിച്ചിട്ട്. ഇത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നെറ്റ്ഫ്ലിക്സിൻ്റെയും പ്രൈം വീഡിയോസിൻ്റെയും സ്വിച്ചുകൾ കാണാൻ സാധിക്കും. വളരെ ഇത്ര മാത്രമേ ഉള്ളൂ, വേറൊരു സ്വിച്ചോ ഒന്നും ഇതിൽ കാണില്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിമോട്ട്. ബ്ലൂടൂത്ത് ഡിവൈസും കൂടി ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും വിത്ത് വൈഫൈ. ഓക്കെ, എന്തായാലും നല്ല രീതിയിലുള്ള റിമോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടി വി ഏകദേശം ഓണാക്കി കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെയാണ് കാണിക്കുക. നമ്മൾ ജസ്റ്റ് നേരിട്ട് പവറിലേക്ക് കൊടുത്തിട്ടാണ്
സ്റ്റാൻഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും മൗണ്ട് ഉണ്ട്, അപ്പോൾ അതിനെന്തായാലും ആളെ വിളിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് നമ്മൾ ആ ഒരു തെർമോക്കോളിൽ ഇതിൽ വെച്ചിട്ട് ഓണാക്കുകയാണ് ചെയ്തത്. കുറച്ച് ടൈം എടുക്കും. പ്രസ് MI ആൻഡ് ഹോം കീ സൈമിൾട്ടേനിയസ്ലി വൈൽ പോയിൻറ്റിങ് ടു ദ സെൻറ്റർ ഓഫ് ദി TV. റിലീസ് ദ ബട്ടൺ വെൻ യു ഹിയർ ദ ബീപ്പ് സൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ബീപ്പ് സൗണ്ട് കേട്ടു. സോ അടുത്ത ഇതിലേക്ക് പോയി. റിമോട്ട് പെയ്ഡായി. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിമോട്ട് കൊണ്ടാണ് ആദ്യം ഓണാക്കി നോക്കിയത്, അപ്പോൾ ഓണായില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ റിമോട്ട് ഇതുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, പെയ്ഡായിരുന്നില്ല. ഓക്കെ, സോ ഇപ്പോൾ പെയ്ഡാക്കി. ഇപ്പോൾ നമുക്കൊരു ഓപ്ഷൻ വന്നത് നമ്മൾ ഏതാണ് കൺട്രി എന്നുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്, റീജിയൻ. നമ്മളത് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ലാംഗ്വേജ് ചോദിച്ചു, ഇംഗ്ലീഷാണ് നമ്മൾ കൊടുക്കുന്നത്. വൈഫൈ നെറ്റ്വർക്ക്, അവിടെ വൈഫൈ ഉള്ളതുകൊണ്ട് തന്നെ നെറ്റ് ഗിയർ ആണ്. സോ സെലക്ട് കണക്റ്റഡ് സക്സസ്ഫുള്ളി ടു നെറ്റ്വർക്ക്, പ്ലീസ് വെയിറ്റ്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ TV, സൈൻ ഇൻ ടു ഗെറ്റ് ന്യൂ ആപ്പ് റിക്കമെൻഡേഷൻ എക്സെട്ര. ഓക്കെ, സോ നമ്മൾ സ്കിപ്പ് അടിക്കുകയാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയേ ചെയ്യാം. പോളിസി നമ്മൾ ആൻഡ്രോയിഡിൽ കാണുന്ന ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് പ്രൈവസി പോളിസീസ്. ദെൻ ചോദിച്ചു ലൊക്കേഷൻ, ലെറ്റ്സ് യുവർ ഗൂഗിൾ. അതായത് നമ്മളുടെ ഒരു ഫോൺ തുറന്നാൽ എങ്ങനെയാണോ അതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇതിൽ ചോദിക്കുന്നുണ്ട്. സോ അത് നോ കൊടുക്കുന്നു. ദാറ്റ്സ് ഓൾ. കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. യുവർ MI TV ആക്സസ് ഈസ് പവേർഡ് ബൈ ആൻഡ്രോയിഡ് TV, ലെറ്റ്സ് വാക്ക് ഓഫ് ത്രൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഒരു വീഡിയോ തന്നെ എന്ത് ചെയ്യാം, ഇതിലേക്ക് നോക്കാം. പക്ഷേ അതിൻ്റെ ഒരു കറക്റ്റ് നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം നമ്മൾ എടുത്ത മൊബൈൽ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മളുടെ ചാനലിലെ ആദ്യത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ക്വാളിറ്റിയെ വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ MRP റേറ്റ് അല്ലെങ്കിൽ കറൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 25,500 ആയിരുന്നു. ഈ പറഞ്ഞാൽ ഞാൻ ക്രിസ്മസിൻ്റെ അന്നാണ് വാങ്ങിയത്. സോ അതിൻ്റെ ഒരു ഓഫായിട്ട് 3,000 ഓഫായിരുന്നു. സോ 23,500 കിട്ടി. നമ്മളുടെ പെരിന്തൽമണ്ണയിലുള്ള MI ഷോറൂം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.